Hi, Magle. Welcome back to Xylem Learning. Abdullah Sarana. Ellavarum set ആയിരിക്കാണെന്ന് അറിയാം. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ 5 മാർക്ക് നേടിയെടുക്കാന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണട്ടാ. അപ്പൊ നമ്മുടെ കുറച്ച് ചോദ്യങ്ങളാണ് സാർ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വരാം, അതുപോലെ തന്നെ എക്സാമിനേഷൻ വരാം. അപ്പൊ എങ്ങനെ വന്നാലും മക്കൾക്ക് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുള്ള രീതിയിലുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഷ്യ വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡമാണ്. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏഷ്യ ഈസ് എ കോണ്ടിനെന്റ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എലുസിഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോ ഏഷ്യ എന്തുകൊണ്ടാണ് വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കൾച്ചറലി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നതാണ് ഏഷ്യയാണ് അല്ലെ. ഏഷ്യ ഇസ് എ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഏറ്റവും എന്താ പറയാ വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ് എന്ന് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് അവിടെ ഉണ്ട്. കുറെ എന്തുണ്ട്, ജനസംഖ്യ അവിടെ ഉണ്ട്. ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റില്ല, ജനസംഖ്യയിലൊക്കെ 1ാം സ്ഥാനത്താണ് ഏഷ്യ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, വൈവിധ്യങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടാവും, ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ കൾച്ചറലി അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ടെക്സ്റ്റിലുള്ള ചില പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ, ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് മാത്രം ഇതാണെങ്കിൽ ഇങ്ങനെ എഴുതാം. മൗണ്ട് എവറസ്റ്റ്, ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, ഇസ് സിറ്റുവേറ്റഡ് ഹിയർ. എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്, വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങൾ എവിടെ ഉണ്ട്, ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ the continent has regions that enjoy diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ കാലാവസ്ഥയിലും വൈവിധ്യം നമുക്കുണ്ട് അല്ലെ. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്, മഴ തീരെ കുറവായ പ്രദേശങ്ങളുണ്ട്, എവറസ്റ്റ് കൊടുമുടി വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നു മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളുണ്ട്, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഇവിടെ ഉണ്ട്, ഈ ഒരു വൻകരയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് കൂടാതെ നമുക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് പറഞ്ഞില്ല, ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്നുള്ള പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ്? യെസ്, അവിടെ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആയതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. മൗണ്ട് എവറസ്റ്റ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ എന്താണ് പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എവിടെ ഉണ്ട്, ഏഷ്യയിലുണ്ട് നമുക്ക് കാണാൻ പറ്റും. വിവിധ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ലാൻഡ് ഫോംസ് എവിടെ ഉണ്ട്, ഏഷ്യയിലുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റിക് ഫീച്ചേഴ്സും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങളും ഏഷ്യയിലുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അറേഞ്ച് ദ കോണ്ടിനെന്റ്സ് ഇൻ ദ ഓർഡർ സൈസ്. വൻകരകളെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മക്കൾക്കറിയാം, ഫസ്റ്റ് വൺ ഇസ് ഏഷ്യ, ദെൻ ആഫ്രിക്ക, ദെൻ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ പട്ടികപ്പെടുത്തുന്നത്. ഇതിന് സാർ ഒരു ട്രിക്കും കൂടി മക്കൾക്ക് പറഞ്ഞു തന്നിരുന്നു, അതും കൂടി മക്കൾ എന്ത് ചെയ്യുക, ആലോചിക്കുക എങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഒരു 5 വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോൾഡസ്റ്റ് റീജിയൻ ഇൻ ദ വേൾഡ്. സെയിം കോമൺ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കോൾഡസ്റ്റ് റീജിയൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? അന്റാർട്ടിക്ക കൊടുക്കുക അല്ലെ. അന്റാർട്ടിക്കയാണ് അവിടെ എന്ത് ചെയ്തിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, ദ ലാർജസ്റ്റ് ഓഷ്യൻ ഈസ്, ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. എന്താണ്? അതെന്താണ്? പസഫിക് ഓഷ്യൻ തന്നെയാണ്. പസഫിക് സമുദ്രമാണ് ലാർജസ്റ്റ് ഓഷ്യൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ ആർ പാർട്ട് ഓഫ് ഡാഷ് എന്നാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പാർട്ടാണ് അറേബ്യൻ സീയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് അല്ലെങ്കിൽ വൻകര ഏതാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഓസ്ട്രേലിയ. നമ്മൾ സൈസിന്റെ ഓർഡറിൽ നമ്മൾ നേരത്തെ എഴുതിയത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഓസ്ട്രേലിയ എന്നുള്ള ആൻസർ. Then the last question എന്ന് പറയുന്നത് which continent is the largest paddy producing continent in the world, ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് എന്നുള്ളതാണ് ഇതിൽ ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഓസ്ട്രേലിയ തന്നിട്ടുണ്ട്, അന്റാർട്ടിക്ക തന്നിട്ടുണ്ട്, ഏഷ്യ തന്നിട്ടുണ്ട്, ആഫ്രിക്ക തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ ആൻസർ. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്യുക. അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ മാർക്കുകൾ അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.